ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധൃതരാഷ്ട്ര മഹാരാജാവിനോടായി ശകുനി അപേക്ഷിക്കുകയാണ്, അങ്ങ് പാണ്ഡവരെ ചൂതിനായി ഇങ്ങോട്ട് ക്ഷണിച്ചാലും. ഈ വാർത്തയോട് അത്ര തന്നെ താല്പര്യം ധൃതരാഷ്ട്ര മഹാരാജാവിന് ഉണ്ടായിരുന്നില്ല. ധൃതരാഷ്ട്ര രാജാവ് പറഞ്ഞു, എൻ്റെ പ്രിയ മന്ത്രിയായ വിതുരർ വന്ന് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഇത് കേട്ട ഉടനെ തന്നെ അതിനെ വിലക്കി ദുര്യോധനൻ പറഞ്ഞു, വിതുരൻ എത്തിയാൽ തീർച്ചയായും അങ്ങയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഭവാൻ പിന്തിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരിക്കും. ഞാൻ മരിച്ചിട്ട് വിതുരനോടു കൂടെ സുഖമായി അങ്ങ് ജീവിക്കാനാണോ പിതാവേ അങ്ങയുടെ താല്പര്യം? എങ്കിൽ ഞാൻ മരിച്ചിട്ട് അങ്ങ് ലോകം മുഴുവൻ ഭരിച്ചുകൊള്ളുക. എന്നെക്കൊണ്ട് എന്തു കാര്യം അല്ലേ? എന്നാലും ധൃതരാഷ്ട്രർ പറഞ്ഞു, ധർമ്മം തെറ്റാതെ പ്രവർത്തിക്കാൻ വിതുരർക്കറിയാം. ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, വിതുരർ പാണ്ഡവ പക്ഷത്താണ്. വിതുരർ പാണ്ഡവർക്ക് ഹിതമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കണമെങ്കിൽ പിതാവ് തീർച്ചയായും പാണ്ഡവരെ ചൂതിനായി ഇങ്ങോട്ട് ക്ഷണിക്കുക തന്നെ വേണം. പുത്രനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരരോടായി അറിയിച്ചു. ധൃതരാഷ്ട്രർ ചൂതിൻ്റെ കാര്യം പറഞ്ഞതും വിതുരർ തൻ്റെ അഭിപ്രായം അറിയിച്ചു. ചൂതുമൂലം ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ മക്കൾ തമ്മിൽ ഇടയാതിരിക്കണം. ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, എൻ്റെ മക്കൾ ഇടയുകയില്ല. പാണ്ഡവരും എൻ്റെ മക്കൾ തന്നെയാണല്ലോ. എൻ്റെ മക്കൾ തമ്മിൽ ഇടയുകയില്ല. എന്തായാലും ഈ സുഹൃത്ത് ചൂത് കളി നടക്കട്ടെ. നീ വായുവേഗത്തിൽ പായുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ കയറി ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് ധർമ്മപുത്രരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ വിതുരർക്ക് മനസ്സിലായി, ഇനി താൻ എതിരു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രാജകൽപ്പനയാണെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കി ദുഃഖത്തോടുകൂടെ വിതുരർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിന് മനസ്സിലായി വലിയൊരു ആപത്ത് ഇവിടെ വന്നുകൂടും. എന്നാലും തൻ്റെ പുത്രനെ പിണക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവ് അവിടെയുള്ള മന്ത്രിമാർക്ക് ആജ്ഞ കൊടുത്തു. പെട്ടെന്ന് തന്നെ ഇവിടെ പാണ്ഡവർ എത്തുന്നതിന് മുൻപേ ഇവിടെ ചൂതിനായി വലിയൊരു സഭ തന്നെ ഒരുക്കണം. 1000 തൂണുകളോടുകൂടി സ്വർണം, രത്നം ഇവയാൽ വിചിത്രമായ 100 വാതിലുകളോടും സ്ഫടിക തോരണങ്ങളോടും കൂടെ 1 ക്രോശം നീളവും വീതിയുള്ള ഒരു മഹാസഭ വേഗം ശില്പികൾ ഉണ്ടാക്കട്ടെ എന്ന് ആജ്ഞ കൊടുത്ത പ്രകാരം വേഗത്തിൽ തന്നെ പ്രജ്ഞാശാലികളായ ശില്പികൾ ഉത്സാഹത്തോടെ സഭ നിർമ്മിച്ചു. അപ്പോഴേക്കും വിതുരർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധിഷ്ഠിര മഹാരാജാവിനെ ചൂതിനായി ക്ഷണിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ചൂതിൽ കലഹം ഉണ്ടാവാതിരിക്കുകയില്ല. പക്ഷേ ഭവാന് ഈ ദ്യൂത് യുക്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം. ഞങ്ങൾ പാണ്ഡവർ ഭവാന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരാണ്. വിതുരർ പറഞ്ഞു, ധൃതരാഷ്ട്ര രാജാവ് എന്നെ ഭവാന്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പന ഞാനിതാ നിർവഹിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാഭയങ്കരന്മാരായ ശകുനി മുതലായവർ കള്ളച്ചൂത് കളിക്കാൻ തയ്യാറായി അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ ചൂതിനെ പോകാതിരിക്കുകയില്ല. കാരണം ഞാൻ അവരുടെ മകനാണ്. മകന് അച്ഛൻ എന്നും പ്രിയപ്പെട്ടവരാണ്. ഭവാൻ പറഞ്ഞ വിധം ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ ശകുനിയുമായി കളിക്കുകയില്ല. എന്നാൽ ശകുനി എന്നെ വെല്ലുവിളിച്ചാൽ ഞാൻ പിന്മാറുകയുമില്ല. കാരണം അതെൻ്റെ ജീവിതവ്രതമാണ്. വിതുരർ ഹസ്തിനാപുരിയിലേക്ക് തന്നെ തിരിച്ചു പോയ ശേഷം യുധിഷ്ഠിര മഹാരാജാവ് ഹസ്തിനാപുരിയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടി. എല്ലാ അനുയായികളോടും ഗണങ്ങളോടും ദ്രൗപദി തുടങ്ങിയ സ്ത്രീജനങ്ങളോടും കൂടെ പുറപ്പെട്ടു. യുധിഷ്ഠിരൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആ ക്ഷണത്തിൽ കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ യാത്ര പുറപ്പെടുകയായിരുന്നു. ഹസ്തിനാപുരിയിൽ ചെന്നെത്തിയ ഉടനെ തന്നെ പാണ്ഡുനന്ദനന്മാർ ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചെന്ന് കണ്ടു. ആ സഭയിൽ നിൽക്കുന്ന ഭീഷ്മർ, ദ്രോണർ, കൃപൻ, കർണൻ, ദ്രൗണി എന്നിവരോട് രാജാവ് ചേർന്ന് സന്തോഷിച്ചു. ഇങ്ങനെ പാണ്ഡവരും കൗരവരും ചേർന്ന് സന്തോഷമായിരിക്കെ ആ സഭയിൽ വെച്ച് ശകുനി പറഞ്ഞു,
യുധിഷ്ഠിര മഹാരാജാവേ, ഇതാ എല്ലാവരും അങ്ങയെ കാക്കുന്നു. ചൂത് കളിക്കുവാൻ ഹേ യുധിഷ്ഠിര, ഭവാൻ ഒരുങ്ങുക. യുധിഷ്ഠിരൻ പറഞ്ഞു, ചതിയിലുള്ള ചൂതുകളി പാപമാണ്. അതിൽ ധർമ്മമില്ല. ശാശ്വതമായ നീതിയും അതിലില്ല. ഹേ ശകുനി, ക്രൂരമായ മാർഗത്തിൽ ചതിയിലൂടെ അങ്ങ് എന്നെ ജയിക്കരുത്. ശകുനി പറഞ്ഞു, ശങ്കിക്കേണ്ട, വരൂ നമുക്ക് കളിക്കാം. വൈകേണ്ട, പന്തയം വെക്കൂ രാജാവേ. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ചതി കൊണ്ട് ലഭിക്കുന്ന സുഖവും ധനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹരേ കൃഷ്ണ.